ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോമുകാരുടെ മലയാള സാഹിത്യ വിചാരം എന്ന സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആദ്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ വർഷം മുതൽ 2 വർഷം നിങ്ങൾക്ക് മലയാളം പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 1 വർഷം ഉണ്ടായിരുന്നു, 2 സെമ്മേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം മുതൽ നിങ്ങൾക്ക് 4 സെമ്മ് മലയാളം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് അനുഭവാഖ്യാനങ്ങളുടെ ഒരു സാമാന്യ അവലോകനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസാണ്. മലയാളത്തിലെ സമ്പന്നമായ സാഹിത്യ ശാഖയാണ് അനുഭവാഖ്യാനങ്ങൾ. സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുക എന്നുള്ള ആഗ്രഹമൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരമാണ്. എല്ലാവരുടെയും ജീവിതം സംഭവബഹുലമാണ്. പക്ഷേ വളരെ കുറച്ച് ജീവിതങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും അതുപോലെ സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമൊക്കെ ആവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയുടെ ജീവിതകഥ അറിയപ്പെടേണ്ട വിധത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതൊരു സാഹിത്യ ജനുസായിട്ട് തീരുന്നത്. വസ്തുനിഷ്ഠവും സത്യസന്ധവുമായിട്ടുള്ള കഥന രീതി സ്വീകരിക്കുമ്പോൾ തന്നെ രചനാപരമായിട്ടുള്ള ഒരു ലാവണ്യം നിലനിർത്താൻ കഴിയുന്നു. അത് തന്നെ അനുഭവാഖ്യാനങ്ങളിലൂടെ മാത്രമേ വായനക്കാരുടെ ശ്രദ്ധ നേടാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന ജീവചരിത്രവും ആത്മകഥയും സ്മരണകളും ഡയറി കുറിപ്പുകളും ആത്മകഥ എന്ന കേട്ടെഴുത്തുകൾ, അഭിമുഖങ്ങൾ, കത്തുകൾ തുടങ്ങിയവയെല്ലാം നമുക്ക് അനുഭവാഖ്യാനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഇവയെല്ലാം വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ കലാരൂപങ്ങളെയൊക്കെ അടുത്തറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. അനുഭവാഖ്യാനങ്ങളിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ജീവചരിത്രത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ജീവചരിത്രത്തെ കുറിച്ചിട്ട് ഡോക്ടർ കെ.എ. ജോർജ് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. കഥാപുരുഷൻ്റെ മാനസിക വളർച്ചയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും വായനക്കാരൻ്റെ ഹൃദയത്തിൽ ശക്തിയായി പതിയത്തക്കവണ്ണം അയാളുടെ ബാഹ്യപ്രവർത്തനങ്ങളും ആന്തര പ്രവണതകളും കലാസുഭകമായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒരു ജീവി പുനഃസൃഷ്ടിയാണ് ജീവചരിത്രം എന്നാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള നിർവചനം. ഏത് കാലത്തിലും ദേശത്തിലും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ഏതു മേഖലയിൽ പ്രശസ്തരായവരെക്കുറിച്ചും ഒക്കെ ജീവചരിത്രം എഴുതാൻ രചന നിർവഹിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ ജീവചരിത്രം എന്ന ഈ ഒരു പദം വന്നിട്ടുള്ളത് ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ്, ഗ്രാഫിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എന്നിങ്ങനെയുള്ള ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ബയോഗ്രഫി എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഈ ബയോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1683 പ്ലൂട്ടാർക്ക് എന്ന സമാഹാരത്തിന് ഡ്രൈഡൻ എഴുതിയ മുഖവുരയിലാണ്. നമ്മൾ സാധാരണയായിട്ട് ജീവചരിത്രം എഴുതുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടായതുകൊണ്ട് തന്നെ അവരുടെ കാലവും സ്ഥലവും ഒക്കെ അതിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ സ്വീകരിച്ചിട്ടുള്ള ജീവചരിത്രം എന്ന വാക്ക് ഏറെ അനുയോജ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ ജീവചരിത്രം എന്ന് പറയുന്നത് ഗ്രീസിലെ പ്ലൂട്ടാർക്ക് രചിച്ച ഗ്രീസിലെയും റോമിലെയും 50 പ്രശസ്ത വ്യക്തികളുടെ ലഘു ജീവചരിത്രമായ ലെവിനാണെന്നാണ് കരുതപ്പെടുന്നത്. നോവൽ, ചെറുകഥ തുടങ്ങിയ സാഹിത്യ വിഭാഗങ്ങളെപ്പോലെ ഈ ഒരു ജീവചരിത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനത്തിലാണ് മലയാളത്തിൽ കടന്നു വന്നത്. 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാളത്തിൽ ജീവചരിത്ര സാഹിത്യം ഉണ്ടായിട്ടുള്ളത്. ആധുനിക രീതിയിലുള്ള ജീവചരിത്ര സംഗ്രഹം മലയാളത്തിലുണ്ടായത് 1895 വിശാഖം തിരുനാളും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും മറ്റും ചേർന്നെഴുതിയിട്ടുള്ള മഹച്ചരിത സംഗ്രഹമാണ് ആ കൃതി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം ഉണ്ടായിട്ടുള്ളത് കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, ടാഗോർ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരെ കുറിച്ചിട്ടാണ്. ജീവചരിത്രങ്ങളിൽ ചിലത് കഥാനായകർ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെയും കലാരംഗങ്ങളുടെയൊക്കെ ജീവചരിത്ര രേഖയായിട്ട് മാറാറുണ്ട്. ഉദാഹരണം AKGയുടെ ജീവചരിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമായതും അതുപോലെ ഈ അടുത്ത കാലത്ത് ബൈജു ചന്ദ്രൻ എഴുതിയ ജീവിത നാടകം എന്ന KPSC സുലോചനയുടെ ജീവചരിത്രം മലയാള നാടകവേദിയുടെയും അതിൽ തിളങ്ങിയ അനേകം പ്രതിഭാധനന്മാരായ കലാകാരന്മാരുടെയും ജീവിതകഥയായി മാറിയതും എല്ലാം.
അനുഭവാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി ഭാഗം ഉൾപ്പെടുന്ന ക്ലാസ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.